ഹായ് വെൽക്കം ബാക്ക്. ഇന്നത്തെ റെസിപ്പി നല്ല അടിപൊളിയായിട്ടുള്ള വെറൈറ്റി റെസിപ്പിയാണ് കേട്ടോ. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിന് നമുക്ക് മാറ്റി പിടിക്കാം. വീട്ടിലുള്ള ചേരുവകളൊക്കെ ചേർത്ത് കൊണ്ട് വളരെ ഈസിയായിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. നല്ല കിഡു ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ നമുക്ക് എങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് കണ്ടു നോക്കാം. വീഡിയോക്ക് മുമ്പായിട്ട് പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കില്ല കേട്ടോ. അതുപോലെ തന്നെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം കേട്ടോ. ഇത് നമ്മൾ സാധാരണ ചപ്പാത്തി ഉണ്ടാക്കുന്നത് പോലെ ഉണ്ടാക്കിയെടുക്കുകയാണ് ചെയ്യുന്നത്. ഇതിന് വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് 2 കപ്പ് ഗോതമ്പ് പൊടിയാണ്. ഇത് കുഴക്കാനായിട്ട് നമ്മൾ തിളച്ച വെള്ളത്തിലേക്ക് ഉപ്പ് ചേർത്തുകൊണ്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം. ഇനി ഇതിലേക്ക് വേണ്ടത് 2 ടീസ്പൂൺ സൺഫ്ലവർ ഓയിൽ കൂടി ചേർത്ത് കൊടുക്കണം. എന്നിട്ട് നന്നായിട്ടൊന്ന് സോഫ്റ്റായിട്ട് തന്നെ കുഴച്ചെടുക്കണം. ഇത് മൈദമാവ് കൊണ്ടും ഉണ്ടാക്കിയെടുക്കാൻ പറ്റൂ കേട്ടോ. വെജിറ്റബിൾസിൻ്റെ കൂടെ നല്ല ഹെൽത്തി ആയിട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഗോതമ്പ് മാവ് കൊണ്ട് ഉണ്ടാക്കിയെടുക്കുന്നതാണ് നല്ലത്. ഇവിടെ നല്ല സോഫ്റ്റായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് മീഡിയം വലുപ്പത്തിലുള്ള ഉരുളകളായിട്ട് വെച്ചിട്ടുണ്ട്. ഇത് കട്ടിക്കൊന്നും വേണ്ട, നമ്മൾ ചപ്പാത്തി പരത്തുന്നത് പോലെ തന്നെ പരത്തിയെടുത്താൽ മതി. അപ്പോൾ ഞാനിവിടെ എല്ലാം പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾക്ക് ഓരോന്നായിട്ട് നന്നായിട്ടൊന്ന് ചുട്ടെടുക്കണം. അത്യാവശ്യം വലുപ്പത്തിൽ വേണം നമ്മൾ ചപ്പാത്തി ഉരുളകൾ ഉണ്ടാക്കുമ്പോൾ, എന്നാലാണ് വലിയ ചപ്പാത്തി കിട്ടത്തുള്ളൂ. അത്യാവശ്യം വലുപ്പത്തിലുള്ള ചപ്പാത്തി ആകുമ്പോഴാണ് നമ്മൾക്ക് റോൾ ചെയ്യാൻ പറ്റുന്നത്. ചെറിയ ചപ്പാത്തി ഉണ്ടാക്കുമ്പോൾ നമ്മൾക്ക് വെജിറ്റബിൾസ് റോൾ ചെയ്യാൻ ബുദ്ധിമുട്ടാകും. കുറച്ച് കൂടുതൽ വലുപ്പത്തിൽ വേണം നമ്മളിത് ചെയ്തെടുക്കാൻ. ഇനി ഇതിലേക്കുള്ള ഫില്ലിങ് നമുക്ക് തയ്യാറാക്കിയെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാന് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിനുള്ള ഓയിൽ ചേർത്ത് കൊടുക്കാം. ഇവിടെ ചിക്കൻ ചെറിയ പീസാക്കിയിട്ട് വേവിച്ചെടുത്തതാണ്. അത് നമ്മൾക്ക് ഓയിലിട്ടൊന്നൊന്ന് മൊരിച്ചെടുക്കണം. ഇപ്പോൾ ഇത് നന്നായിട്ട് മൊരിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾക്ക് വേണ്ടത് ഇതിലേക്കുള്ള വെജിറ്റബിൾസാണ്. ഇതെല്ലാം കൂടെ നമ്മൾക്ക് നൈസായിട്ട് അരിഞ്ഞ് വെക്കണം. ഇതുപോലെയാണ് നമ്മൾ കട്ട് ചെയ്തിരിക്കേണ്ടത് കേട്ടോ. കാപ്സിക്കൊക്കെ ഇതുപോലെ വട്ടത്തിലായിട്ട് നമ്മൾ അരിഞ്ഞെടുക്കാം. ചെറിയ പീസായിട്ടാണെന്നുണ്ടെങ്കിൽ കാപ്സിക്കം അങ്ങനെയും ചെയ്യാം. ഇങ്ങനെ ആകുമ്പോഴാണ് കാണാൻ നല്ല ബ്യൂട്ടിഫുൾ ആവുന്നത്. ഇനി ഇതിൻ്റെ സെൻട്രലായിട്ടൊന്ന് മുറിച്ച് കൊടുക്കാം. ഇതിലേക്ക് ചീസാണ് മെയിനായിട്ട് വേണ്ടത്. നമുക്ക് ഒരു ഭാഗത്ത് 4 ഭാഗമായിട്ടാണ് നമ്മൾ എടുക്കുന്നത്. അതിലൊരു ഭാഗത്ത് നമുക്ക് ഒരു ചീസ് വെച്ച് കൊടുക്കാം. ഒരു സൈഡിൽ നമുക്ക് ക്യാപ്സിക്കവും സവാളയും ഇട്ട് കൊടുക്കാം. ഒരു സൈഡിൽ നമുക്ക് ടൊമാറ്റോ കെച്ചപ്പ് അതുപോലെ തന്നെ മയോണൈസ് ചേർത്ത് കൊടുക്കാം. അത് നല്ലൊരു ബെസ്റ്റാണ് കേട്ടോ. ടൊമാറ്റോ സോസും അതുപോലെ തന്നെ മയോണൈസും ചേർത്ത് കൊടുക്കണേ. അതാണ് ഒരു പ്രത്യേക ടേസ്റ്റ് ഇതിന് കിട്ടുന്നത്. ഒരു സൈഡിൽ ക്യാബേജ്, ക്യാരറ്റ് ഏതാണ് നമ്മൾ വെജിറ്റബിൾസ് കയ്യിലുള്ളത് ഏതും ചേർത്ത് കൊടുക്കാൻ പറ്റൂ കേട്ടോ. കുട്ടികൾക്കൊക്കെ നമ്മൾ വെജിറ്റബിൾസ് കഴിച്ചില്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ ചേർത്ത് കൊടുത്തിട്ട് റോളാക്കിയിട്ട് ചെയ്ത് കൊടുത്താൽ മതി. ബ്രേക്ക്ഫാസ്റ്റിനായാലും ഈവനിങ്ങിനായാലും സ്നാക്സായിട്ട് കൊടുത്തു വിടാനും എല്ലാത്തിനും നമുക്ക് പറ്റൂ കേട്ടോ. ഇനി ഇത് ഇതുപോലെയാണ് ചെയ്തെടുക്കേണ്ടത്. ഒരു സൈഡ് താഴോട്ട് മടക്കിയിട്ട് 4 ഭാഗവും ചെയ്തെടുക്കാം. അപ്പം നമ്മൾക്ക് നന്നായിട്ട് അടിപൊളിയായിട്ട് തന്നെ നമ്മൾ റോൾ ഇവിടെ കിട്ടിയിട്ടുണ്ട്. ഇനി ഈ ചീസെല്ലാം വെജിറ്റബിൾസിനോട് കൂടി ചേർന്നിട്ട് നന്നായിട്ടൊന്ന് മെൽറ്റ് ചെയ്തെടുക്കണം. ഒരുപാടങ്ങ് വേവിച്ചെടുക്കണ്ട. ഇതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. നന്നായിട്ട് ഫ്ലെയിം കൂട്ടി വെക്കേണ്ട, തീ കുറച്ചിട്ടിട്ടാൽ മതി. അല്ലെങ്കിൽ നമ്മൾ പെട്ടെന്ന് അതിൽ കരിഞ്ഞു പോവും. ചെറിയ ഫ്ലെയിമിൽ ഇട്ടാൽ മതി കേട്ടോ. എന്നിട്ടൊന്ന് ടോസ്റ്റ് ചെയ്തെടുക്കാൻ മാത്രം മതി. വേവിച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇതുപോലെ പച്ചയ്ക്ക് തിന്നാനാണ് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക. പക്ഷേ മെൽറ്റായി കിട്ടണമെന്നുണ്ടെങ്കിൽ 2 മിനിറ്റ് മാത്രം നമുക്ക് ടോസ്റ്റ് ചെയ്തെടുക്കാം. നല്ല അടിപൊളി കിഡു ടേസ്റ്റാണ് കേട്ടോ. തീർച്ചയായിട്ടും ഉണ്ടാക്കി നോക്കണേ. അപ്പം നമ്മളുടെ ചപ്പാത്തി പിസ്സ റോൾ ഇവിടെ തയ്യാറായിട്ടുണ്ട്. തീർച്ചയായും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ കേട്ടോ. അതുപോലെ തന്നെ ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണേ. ഫ്രണ്ട്സിനും ഫാമിലിക്ക് എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്തെടുക്കണേ കേട്ടോ. അതുപോലെ തന്നെ ബെല്ലൈക്കനെ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യാൻ മറക്കല്ലേ. കൂടെ തന്നെ ലൈക്ക് ബട്ടൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്തേക്കണേ. അപ്പോൾ നമ്മൾക്ക് അടിപൊളി വീഡിയോയുമായി വീണ്ടും കാണാം.